ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ കണ്ടാലോ? തലശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് KSRTC ബസ്സിൽ കയറി ഊട്ടിയിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഊട്ടിയിലെത്തിയപ്പോൾ ആദ്യം പോയത് ഒരു പൂന്തോട്ടത്തിലേക്കാട്ടോ. എനിക്കതിൻ്റെ പേരൊക്കെ മറന്നുപോയി. എനിവേ ഒരു വലിയ പൂന്തോട്ടമായിരുന്നു. ആൻഡ് പൂന്തോട്ടമെല്ലാം ഗാർഡൻ യാ. അപ്പം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വിസിറ്റേഴ്സായിട്ട്. പിന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, എവറിത്തിങ് ഈസ് ദെയർ. അവിടെ സെല്ലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ആ മരത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കഥയായിട്ടോ ഓർമ്മ വന്നത്. ഒരു മരം വെട്ടുകാരൻ ഒരു മരം മുറിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ എക്സ്കർഷന് വന്ന കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് മരത്തിന് ചുറ്റും കൈകോർത്ത് നിന്ന് മരത്തിനെ മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ മരത്തിനെ രക്ഷിച്ചൊക്കെ. ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയ ആ കിളിയാ കഥ പാടി മറന്നുപോയി. എക്സാം ടൈമിന് വീട്ടിലിരുന്ന് പഠിച്ച് മടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ഡിഫറെൻറ്റ് ആംബിയൻസിൽ, ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് പഠിക്കുക. അതെനിക്കെന്തോ ഇഷ്ടമാണ്. സോ അന്ന് അങ്ങനെ ഒരു എക്സാം ഉണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് പോയതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറി കേട്ടോ. എനിക്ക് കുതിരനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആൻഡ് അവരുടെ അടുത്ത് സംസാരിച്ച് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു യാ ഓക്കെ. ബട്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുതിരേൻ്റെ മേളിൽ കയറണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കുതിരേനെ ഓടിക്കാൻ തരണം. ആൻഡ് ഹീ സെഡ് ഓക്കെ. എനിക്ക് അങ്ങനെ അവർ പിടിച്ചിട്ട് ഓടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റാർട്ടിങ്ങിലെ എക്സൈറ്റ്മെൻ്റ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അവരെനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാനൊക്കെ തന്നു. ഐ ഫീൽ സോ ഹാപ്പി. ആൻഡ് എനിക്കിങ്ങനെ ആൾക്കാർ പിടിച്ചിട്ട് ഓടിക്കുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കണം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്കതിൻ്റെ ഒരു നാക്ക് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, സംഭവം അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ഇഷ്ടമായി കുതിരേനെ ഓടിച്ചതൊക്കെ. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ളൊരു പാർക്കിലാട്ടോ പോയത്. അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കാണും. ആ ഒരു റെഡ് ലൈറ്റും മ്യൂസിക് തെറാപ്പിയൊക്കെ മൈൻഡിനെ നന്നായിട്ട് കാമാക്കിട്ടോ. അതിനുശേഷം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർച്ചറിങ് അതും ചെയ്ത് കഴിഞ്ഞു. ദെൻ പിന്നെ പോയത് ഡ്രൈവിങ്ങിലാണ്. ഈ ഇലക്ട്രിക് കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് ഡ്രൈവിംഗ് നല്ല ഇഷ്ടമാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് എൻ്റെ +1 പഠിക്കുന്ന സമയത്തായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് 18 സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. ഇവൾക്കിപ്പം ലൈസൻസ് എടുത്ത് കൊടുത്താൽ അവൾ വണ്ടി എടുത്തിട്ട് പോവും. സോ അതുകൊണ്ട് ഇപ്പം എടുത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈസൻസ് എടുക്കലിങ്ങനെ നീണ്ട് പോയി ഗൈസ്. വീട്ടിലിങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്, നിനക്ക് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വരരുതോ? അങ്ങനെ ആണ് ഞാൻ ഊട്ടിയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതും ഊട്ടിയിലേക്ക് എത്തപ്പെട്ടതും. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഉച്ചയ്ക്കായിരുന്നു തിരിച്ച് നാട്ടിലേക്കുള്ള ബസ്. ആ സമയത്ത് കോടയാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.